എൻ്റെ ഒരു ഇക്ക പോയപ്പോഴത്തേക്ക് അവരുടെ വാപ്പായ്ക്കും ഉമ്മായിക്കും ഇല്ലാതായി, ഞങ്ങൾക്കും ഇല്ലാതായി. ഞങ്ങൾ ഈ മരണത്തിനായാലും ഒരുമിച്ച് കാണുമെന്ന് എൻ്റെ ഇക്ക പറഞ്ഞതാ. പപ്പ എൻ്റെ കൂടെ ഇല്ല, എന്നെ വലിയ ആളാ, എന്നിട്ട് സർക്കാർ ജോലി ഇങ്ങനെ എന്തെങ്കിലും ആക്കണമെന്നൊക്കെ ആയിരുന്നു ഓരോന്ന് പറച്ചിലൊക്കെ. നമ്മൾ നേരത്തെ സിയാദിന്റെ പിതാവ് ബദറുദ്ദീനാണ് നമ്മളോട് അദ്ദേഹം രോഷാകുലനായി പോലീസിനെതിരെ അദ്ദേഹം പ്രതികരിച്ചത് നമ്മൾ കണ്ടു. നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ താൻ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വന്ന് കെട്ടിത്തൂങ്ങിച്ചാവും, അവിടെ കുത്തിയിരിക്കും എന്നൊക്കെ അദ്ദേഹം വളരെ വൈകാരികമായി വികാരപരമായി അദ്ദേഹം പ്രതികരിച്ചു. അതൊരു മകനെ നഷ്ടപ്പെട്ട പിതാവിൻ്റെ ഉള്ളിലുള്ള വലിയ കടുത്ത വേദനയാണ്, അമർഷമാണ്. അത് നമ്മൾ കണ്ടു. ഇപ്പോൾ സിയാദിന്റെ ഭാര്യ സാലി, അതുപോലെ മകൾ സൗമ്യ ഉൾപ്പെടെ, മോളുടെ പേരെന്താ, സ്വപ്ന ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇപ്പോൾ പോലീസ് ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു, 17-ാം തീയതി വിട്ടയച്ച് 38 ദിവസത്തിന് ശേഷമാണ് സിയാദ് മരിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവരാദ്യം ചികിത്സയ്ക്കൊന്നും പോയിരുന്നേയില്ല, അവസാനം മരിക്കുന്ന സമയത്താണ് ചികിത്സ തേടാൻ പോയി എന്നൊക്കെയാണ് പോലീസ്. ഇപ്പോഴേ അവരൊരു മുൻവിധി ആണോ എന്നൊരു സംശയം തോന്നുന്ന വിധത്തിലാണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവർ മുൻവിധിയായിട്ട് അവർ എടുക്കുമല്ലോ, അവർ ചെയ്ത തെറ്റാ, അവരെൻ്റെ ഇക്ക ഇല്ലാതാക്കിയത്, അത് അവർക്കും അറിയാം. അതുകൊണ്ടാണ് ആദ്യം ഇടിച്ചില്ലെന്ന് പറഞ്ഞു. ഇപ്പം ഇടിച്ചെന്ന് വന്നപ്പോഴാണ് അടുത്തതായി മഞ്ഞപ്പിത്തമായി. മഞ്ഞപ്പിത്തം പണ്ടുണ്ടായിരുന്നു, അതിനുമ്പ് ഉണ്ടായിരുന്നു, ഇനി ഇപ്പോഴും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഇടിച്ചെന്നുള്ളത് സത്യം തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും ശ്രീജിത്ത് ഇടിച്ചതിൽ തുടർന്ന് അന്ന് തൊട്ട് എൻ്റെ ഇക്കാക്ക് വയ്യായിരുന്നു, ആശുപത്രി വരുന്നില്ല. പിന്നെ അപ്പോൾ ഇത് കണക്ക് കേസ് കൊടുത്തു കഴിഞ്ഞ് ഇവന്മാർ എന്നെ പണിയും, ഞാൻ വണ്ടിയിൽ ഓടുന്നതാ എന്നാ എന്നോട് പറഞ്ഞത്. ഇതാണ് സംഭവം. പരാതി കൊടുക്കാൻ സമ്മതിച്ചില്ല. കാര്യം എടി ഞാൻ വണ്ടിയിൽ ഓടുന്ന എടി, അവന്മാർ വെല്ലം കുരുക്കിയറിയത്തില്ല, പോലീസുകാരെ സൗകര്യം നിനക്ക് അറിഞ്ഞൂടെ എന്നാ കാര്യം എന്ന് വെച്ചാൽ ഓരോന്നും കുണ്ടർ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുക, ഇന്നും നടക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ജീവിതങ്ങൾ തകർത്തുകൊണ്ടിരിക്കുക. നീതിക്ക് വേണ്ടി പോരാണ്ടാണ് പോലീസാ. എല്ലാവരുടെയും വീട് നശിപ്പിക്കുക, കുടുംബം നശിപ്പിക്കുക. എത്ര പേരുടെ കുടുംബം ഇപ്പം നശിച്ചെന്നറിയാം. എൻ്റെ ഒരു ഇക്ക പോയപ്പോഴത്തേക്ക് അവരുടെ വാപ്പായ്ക്കും ഉമ്മായിക്കും ഇല്ലാതായി, ഞങ്ങൾക്കും ഇല്ലാതായി. ഞങ്ങൾ ഈ മരണത്തിനായാലും ഒരുമിച്ച് കാണുമെന്ന് എൻ്റെ ഇക്ക പറഞ്ഞതാ. ഞങ്ങൾ 4 പേരും മരിക്കും, ഒരുമിച്ച് കാണികൂടി എന്ന് എൻ്റെ അടുത്ത് 100 വട്ടം പറഞ്ഞതാ. എന്നിട്ട് എൻ്റെ ഇക്ക ഇപ്പോൾ പോയപ്പോഴും ഞങ്ങൾ അതിനായിട്ട് തുനിഞ്ഞതാ. അന്നേരം ഞാൻ ആലോചിച്ച് എൻ്റെ ഇക്കാക്ക് നീതി മേടിച്ചു കൊടുക്കണം. എൻ്റെ ഇക്ക മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞതാ, നീതി മേടിച്ചേടി, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ വെറുതെ വിടല്ലേടി എന്ന് എന്നോട് പറഞ്ഞതാ. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ജീവനോടിരിക്കുന്നത്. പക്ഷേ ഇതിനെൻ്റെ ഇക്കാക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഇക്ക പോയടത്തോട്ട് തന്നെ പോയിട്ട് ആ ശവം കൂടി എല്ലാവരെ കൊണ്ട് ഞാൻ മീഡിയക്കാരെ കൊണ്ടായിരുന്നു എല്ലാവരെ കൊണ്ട് വാർത്ത വരിയിപ്പിക്കും ഞാൻ. അന്നേരമെങ്കിലും എൻ്റെ ഇക്ക ചെയ്ത് എൻ്റെ പാവയ്ക്കായെ കൊന്ന് തിന്നില്ലയോ, അതേപോലെ ഇനി ഞങ്ങളെയും കൂടെ തിന്നിട്ട് അവരെ വാപ്പായും അമ്മയും വേണമെങ്കിൽ അവരെയും കൂടെ തിന്നിട്ട് അവർക്കെല്ലാം കൊണ്ടും അടയിട്ട്. അത്രേ എനിക്ക് പറയാനുള്ളത്. എൻ്റെ കുഞ്ഞിന് പഠിക്കാൻ പോലും പോകത്തില്ലെന്നാ പറയുന്നത്, പപ്പയ്ക്ക് വേണ്ടിയാ. പപ്പ പറഞ്ഞിട്ടാ പഠിക്കാൻ തന്നെ പോകാൻ ഒരുങ്ങിയത്. ഇനി അവള് പറയുന്നത് ഞാൻ പോകത്തില്ല, എൻ്റെ പപ്പക്ക് നീതി കിട്ടത്തില്ലല്ലോ, ഞാനിനി എന്തിനാ പോകുന്നതെന്നാണ് അവള് ചോദിക്കുന്നത്. ജീവനില്ലാതാക്കി. സിയാദിന്റെ ആഗ്രഹം പഠിക്കണമെന്നല്ലേ മോളെ, പഠിക്കാൻ പോകണം. എൻ്റെ പപ്പ എൻ്റെ കൂടെ ഇല്ല, എന്നെ വലിയ ആളാ, എന്നിട്ട് സർക്കാർ ജോലി ഇങ്ങനെ എന്തെങ്കിലും ആക്കണമെന്നൊക്കെ ആയിരുന്നു ഓരോന്ന് പറച്ചിലൊക്കെ. ഇപ്പം എൻ്റെ പപ്പ എൻ്റെ കൂടെ ഇല്ല. പപ്പയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഇതിന് നീതി വേണ്ടേ? നീതി കിട്ടിയിരിക്കണം, ഞങ്ങൾക്ക് നീതി കിട്ടിയിരിക്കണം. എൻ്റെ ഇക്കൊക്കെ നീതി കിട്ടി. ഞങ്ങൾ 3 പേരുടെ ശവം അവർ കാണും. അത് കാണിക്കാൻ നീതിക്ക് വേണ്ടി ഞങ്ങൾ നിന്നതാ. എന്നിട്ട് ഇനിയും നീതി കിട്ടുന്നില്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. കുടുംബം 2 കുടുംബം അനാഥമായി. ശരിക്കും പറഞ്ഞാൽ ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന ഒരു യുവാവ്, അദ്ദേഹം ഈ അധ്വാനിച്ചാണ് കുടുംബത്തെ പോറ്റിയിരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇന്നേവരെ ഒരു കേസിലും ഒരു പ്രതിയായിട്ടില്ല, ഒരു പരാതി പോലും ഒരു സ്റ്റേഷനിൽ പോലും ആർക്കും ഒരു ചീത്തപ്പേരുണ്ടാക്കാത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യനെയാണ് ഇപ്പം നഷ്ടപ്പെട്ടത്. 2 കുടുംബത്തിനാണ് അതിൻ്റെ 2 കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു. ഇപ്പം അദ്ദേഹം പോയതോടെ ഇപ്പം കുടുംബത്തിൻ്റെ ഭാര്യയുടെയും മകളുടെയും ആ ഒരു സങ്കടം നമ്മൾ കാണുകയും ചെയ്തു.